നമസ്കാരം. റേഡിയോ നെയ്തൽ 107.8 FM നെയ്തൽ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ RJ ഫർസാനയാണ്. എന്നോടൊപ്പം ഉള്ളത് ഈ മാറ്റി നിർത്തലുകളിൽ നിന്നൊക്കെ ഊർജം കൈവരിച്ച് കളിയാക്കലുകളൊക്കെ പിന്നീട് കയ്യടിയാക്കി മാറ്റിയ ഈ വർഷത്തെ മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് റണ്ണറപ്പ് കൂടിയായ തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി ത്രേസ്യ ലൂയിസ് ആണ്. നമുക്ക് വെൽക്കം ചെയ്യാം ത്രേസ്യയെ നെയ്തൽ ടോക്സിലേക്ക്. താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇത്രയും വലിയൊരു വേദിയിലൊക്കെ വരികയാണ്, അതും ചെന്നൈയില് മെഡിക്കൽ കോഡറായി വർക്ക് ചെയ്തിരുന്ന ഒരു സാധാരണ പെൺകുട്ടി. അതെ, എങ്ങനെയാണ് മോഡലിംഗിലോട്ടും റാം വാക്കിലോട്ടും ഒക്കെ എത്തിപ്പെട്ടത്? ആ കടന്നു വന്ന നാൾ വഴികൾ എങ്ങനെയുള്ളതായിരുന്നു? ഇപ്പൊ ഞാൻ എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ മീൻസ് നമ്മള് ഇപ്പം ഒരു എയിം നമുക്ക് മുന്നിലുണ്ട് എങ്കിൽ, നമുക്ക് ഡ്രീം ഉണ്ട് എങ്കിൽ അതിൽ എത്താൻ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അത് കുറെ ഹഡിൽസ് ഉണ്ടാകും. നമ്മള് എന്താ പറയാ, ഇപ്പൊ ഒന്നിലൊന്ന് ഫെയിലായി പോയി എന്ന് കരുതിട്ട് അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോഴാണ് ശരിക്കും അവിടെ ഡിസപ്പോയിന്റ്മെന്റ് ആയി പോകുന്നത്. ഞാൻ ഇവിടെ ചെയ്ത ഒരു ട്രാക്ക് എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് കുറെ ടൈം എടുത്തു. എനിക്ക് പെട്ടെന്ന് അതിൽ എത്തിപ്പെടാൻ സാധിച്ചില്ല. കാരണം ഫാമിലി ആവട്ടെ, എന്റെ വർക്ക് ആവട്ടെ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടായിരുന്നു. ഞാന് എന്നാലും എനിക്ക് ടൈം ഉണ്ട് എന്നുള്ള രീതിക്ക് പതുക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അങ്ങനെ എന്റെ ടൈമിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് എന്താ പറയാ, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇങ്ങനെ ത്രൂ പോകുന്ന സമയത്ത് ഞാൻ GFS ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പോസ്റ്റർ കാണുന്നത്. അപ്പോൾ ആലോചിച്ചു, ചെയ്യണോ വേണ്ടേ എന്നുള്ളൊരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം നമുക്ക് ഇതിലോട്ട് ഇറങ്ങി ചെല്ലണമെങ്കിൽ തന്നെ നമ്മള് ഫിനാൻഷ്യലി ബാക്കപ്പ് നല്ലപോലെ ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സംഭവം എന്നെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു എയിം ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട്, ഫിനാൻഷ്യലി നമുക്ക് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മുടെ ഒരു എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എവിടെന്നെങ്കിലും ഒക്കെ സഹായങ്ങൾ എത്തും. അതുപോലെയായിരുന്നു എനിക്ക് സംഭവിച്ചത്. അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് എത്തി നിന്നു. അപ്പൊ ഈ റാം വാക്കിലാണോ അതോ മോഡലിംഗിലാണോ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്? ഞാന് ശരിക്കും ചെറിയ ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഡിസൈനർ ഷോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് എപ്പോഴാണ് 2023 സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ 2020 തന്നെ BTech ബയോടെക്നോളജി പാസ് ഔട്ടായി. പിന്നെ 2021 തന്നെ ഞാൻ ജോലിക്ക് കയറി. പിന്നെ ഒരു 2 വർഷം ജോലിയും കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് തോന്നി, ഞാൻ ചെയ്യുന്ന വഴി മീൻസ് എന്റെ ഡ്രീമിലോട്ടുള്ള രീതിയിൽ എത്തുന്ന മാതിരി എനിക്ക് തോന്നിയില്ല. ഞാൻ ഇനി വെയിറ്റ് ചെയ്തിരുന്നാൽ എന്റെ ഓപ്പർച്യൂണിറ്റീസ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാണ്ടായി പോകുമോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നടാ. അപ്പോ എന്താണ്, അതിന്റെ ഇടയ്ക്കാണ് ഇങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് ത്രൂ, നാട്ടിലെ ഫ്രണ്ടാണ് ജിജി എന്ന പേര്, ഫാഷൻ ഡിസൈനർ. അപ്പൊ പുള്ളിക്കാരോട് ഇങ്ങനെ ഒരു അഡ്വൈസ് ചോദിച്ചു. എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, കാരണം പുള്ളിക്കാർ ഒരു സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോസിന്റെ. അങ്ങനെയാണ് ആദ്യമായിട്ട് ചെറിയൊരു ഷോ ഞാൻ ചെയ്യുന്നത്, എക്സ്പ്രസ് എന്നൊരു കമ്പനിക്ക് ഒരു ഷോ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ആദ്യം റൺവേ ആയിരുന്നു ചെയ്തിട്ടിരുന്നത്. പിന്നീടാണ് പേജൻസ് ചെയ്യാൻ തുടങ്ങി. കുഞ്ഞു പേജൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. ടൈറ്റിലായിരുന്നു ഒന്ന് കൊല്ലം PMSയിൽ നടന്ന മിസ് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഐക്കോൺ, ദെൻ അതിനുശേഷം മിസ് സ്റ്റാർ ഓഫ് കേരള. കൊച്ചു പേജൻസ് എന്ന വലിയ അറിയപ്പെടുന്ന പേജന്റ് ഒന്നുമില്ല, നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ചെയ്ത് നോക്കാന്ന് കരുതി ഞാൻ ചെയ്ത പേജൻസ് ആയിരുന്നു അതൊക്കെ. അതിനുശേഷമാണ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ GFS എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ കാണുന്നത്. സ്വപ്ന തുല്യമായ ഒരു നിമിഷം അല്ലേ? അവിടെ അത് അങ്ങനെ പറയാൻ പറ്റൂ. കാരണം അവരുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാം വളരെ വലിയൊരു ടീമായിരുന്നു. കാരണം നമ്മൾ അതും എന്നെ ഈ പേജന്റ് ആകർഷിക്കേണ്ട മെയിൻ ഒരു കാരണം, ആ പേജന്റിന്റെ ഒരു റീസൺ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു കോസ് ഉണ്ടായിരുന്നു. ഒരു കോസ് വെച്ചിട്ടാണ് അവർ ഈ പേജന്റ് നടത്തിയത്, സ്കിൻ ഡൊണേഷൻ. അപ്പോൾ ഈ സ്കിൻ ഡൊണേഷനെ പ്രൊമോട്ട്, അവയർനെസ് കൊടുക്കുന്ന രീതിക്കുള്ള നമ്മുടെ ഫിനാലിക്കൊക്കെ എന്താണ് ആസിഡ് അറ്റാക്ക് വിക്ടിംസ്, അവർ സർവൈവേഴ്സ് എന്ന് പറയുന്നതായിരിക്കും പിന്നെയും ബെറ്റർ. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാ കണ്ടസ്റ്റൻസും, ലക്ഷ്മി ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയുന്നതാണ് ലക്ഷ്മി, ഷീസ് ആൻ ആസിഡ് അറ്റാക്ക് സർവൈവർ ആണ്. അപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ കണ്ടസ്റ്റൻസും കൂടി കീട്ടോ ഓർഗനൈസേഷൻ ത്രൂ നമ്മള് ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്ത്. അതെ. അപ്പൊ നമുക്ക് മിക്കവർക്കും എന്താ പറയാ അറിയില്ലാത്ത ഒരു സംഭവമാണ്. കാരണം നോർമലി നമ്മളൊരു പേജന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു കോഴ്സ് വെച്ചിട്ടായിരിക്കില്ല നോർമൽ ഒരു ബ്യൂട്ടി പേജന്റ്. പക്ഷെ ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ക്രൂ മെമ്പേഴ്സിനെ റിയലി ഐ എം ജസ്റ്റ് അപ്രീഷിയേറ്റിംഗ് ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് ഇൻ ദിസ് പേജന്റ് ഹു ആർ ഓർഗനൈസ്ഡ് വിത്ത്. കാരണം എന്താ വെച്ചാൽ നമ്മള് അത്രയും ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കിൻ ഡൊണേഷൻ അവയർനെസ് കൊടുത്തിട്ടുള്ള ഒരു പേജന്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഇതിന്റെ ഡയറക്ടർ മീൻസ് ഇതിന്റെ മെയിൻ ഈ പേജന്റിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡയറക്ടർ വിജയ് സർ ആയിരുന്നു. ദെൻ
അതെ, പിന്നെ നമ്മൾക്ക് ഇതിന്റെ ഡയറക്ടർ ഗോപിനാഥ് സാർ, റുബാരോ മിസ്റ്റർ ഇന്ത്യ 2021 ആയിരുന്നു. ദെൻ ശരവണൻ സാർ ആയിരുന്നു. ഇവരൊക്കെ ആയിരുന്നു ഡയറക്ടേഴ്സ്. പിന്നെ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ഇട്ട് വരുന്നത് എമി ജാക്സൺ ആയിരുന്നു ക്രൗണിങ്. അതെ, അതുപോലെ ശ്രീയാശ്വരനായി. അതാണ് നമുക്ക് ശരിക്കും അതെ, ഭയങ്കര ഒരു നമുക്ക് എന്താ പറയാ ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള സംഭവം. കാരണം ഞാനൊന്നും ഒരു സിനിമ നടന്റെയോ നടിയുടെയോ അടുത്ത് നിന്ന് അത്രയും ക്ലോസ് ആയിട്ട് നിന്നിട്ട് പോലും ഇല്ല. ഞാൻ ചോദിച്ചു വരാൻ പോകുന്ന ചോദ്യം അങ്ങോട്ടായിരുന്നു എത്തേണ്ടത്. അതെ അതെ, കാരണം അത് ഇപ്പൊ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു എന്നുവെച്ചാൽ അത്രയും ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സെലിബ്രിറ്റീസിനെ എപ്പോഴെങ്കിലും ഒരു വട്ടം കാണുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പീരിയൻസ് ചെയ്യുക, നമ്മൾ വലിയ പ്ലാറ്റ്ഫോംസ് എക്സ്പീരിയൻസ് ചെയ്യുക, മാക്സിമം കിട്ടുന്നതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. അതേ ഞാനും ചെയ്തുള്ളൂ. ഓക്കെ, ഈ എമി ജാക്സൺ ക്രൗൺ അണിയിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നേ ഭൂമി മൊത്തവും നിശ്ചലമായി പോയെന്ന് വിചാരിച്ച ആ ഒരു നിമിഷം, അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം പുള്ളിക്കാരി ഭയങ്കര ഷീ ഈസ് വെരി പൊളൈറ്റ് ആൻഡ് ഹംബിൾ. കാരണം നോർമലി ഒക്കെ ചില ആക്ടേഴ്സിന് നമ്മൾ കാണുമ്പോൾ അവരുടേതായ കുറച്ച് ആറ്റിറ്റ്യൂഡും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് മേ ബി അതൊരു പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അവരുടെ പേഴ്സണൽ അവർ മേ ബി നോർമൽ ആയിരിക്കാം. അത് ഓരോരുത്തരുടെയും ഡിപ്പെൻസ് ആണ്. പക്ഷെ പുള്ളിക്കാരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് വെരി കൈൻഡ് ആൻഡ് പൊളൈറ്റ് ആണ്. ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. ഞങ്ങള് ഗ്രീൻ റൂമിൽ വന്നു, എല്ലാവരെയും കണ്ടിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ടൊക്കെയാണ് പുള്ളിക്കാരി ആ ഗ്രീൻ റൂം അവിടെ നിന്ന് വിട്ട് പോയത്. അതിനുശേഷം ക്രൗഡിങ്ങിന്റെ ടൈം ആണെങ്കിലും ഞാൻ Q&A റൗണ്ടൊക്കെ പറഞ്ഞ് ഇറങ്ങിയ സമയത്തും പുള്ളിക്കാരി പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് ശരിക്കും എനിക്കൊരു ടാഗ് ലൈൻ തന്നെ കിട്ടിയതുപോലെ ആയിരുന്നു. പുള്ളിക്കാരി പറഞ്ഞ് എന്താ പറയുക, ഞാൻ Q&A റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് വാക്ക് ചെയ്ത് പോകുമ്പോൾ പുള്ളിക്കാരൻ ഷീ ഈസ് അമേസിംഗ് എന്ന്. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്റെ ഓർഗനൈസേഴ്സിന്റെ അടുത്തൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു എന്നൊക്കെ. കണ്ടൊക്കെ നിറഞ്ഞു പോയ ഒരു നിമിഷമല്ലേ ഇപ്പൊ എനിക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നു. ത്രേസി എങ്ങനെയായിരിക്കും ആ ഒരു നിമിഷത്തിൽ ഇരുന്നതെന്ന്. അതിപ്പം കാരണം ഞാൻ അത്രയും എനിക്ക് തോന്നുന്നു എന്നെ പോലെ കുറെ പെൺകുട്ടികളുണ്ട് ഈ ഫീൽഡിൽ നിന്ന് ഇത്രയും സ്ട്രഗിൾ ചെയ്ത് വരുന്നത്. ഈ ഫീൽഡിൽ മാത്രമല്ല ഒരുപാട് തലത്തിലെത്താനായിട്ട് ഒരുപാട് പേര്, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ, ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ടൈമില് ഞാൻ വന്ന ആ ഒരു സിറ്റുവേഷൻസ് ആയിരുന്നു ഞാൻ ആലോചിച്ചത്. ഫൈനാൻഷ്യൽ ആവട്ടെ, സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആവട്ടെ, അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ നല്ല രീതിക്ക്. അപ്സിന് കൂടുതലും എനിക്ക് ഭയങ്കര ഡൗൺ സിറ്റുവേഷൻസ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാരണം, നമുക്ക് ഏതെങ്കിലും ഒരു ഡ്രീമിൽ എത്തണം എന്നുണ്ട് എങ്കിൽ അതിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ എയിം ചെയ്യുന്ന കാര്യം അത്രയ്ക്കും വലുതാണ്, അത്രയ്ക്കും ഹയർ നിൽക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രഗിൾസ് നേരിടുന്നത്. അപ്പൊ അതൊക്കെ താണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് എന്റെ വിൽപ്പവരായിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റും. അതെ, തീർച്ചയായിട്ടും. അത് എന്നെ പോലത്തെ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ ആണ് ഇതൊക്കെ. അവര് മുന്നോട്ട് വരിക, അവർക്ക് അവരുടെ കഴിവുകൾ മാക്സിമം ഒരു മനസ്സിലാക്കി അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുക. ഈ പഴയകാല കാഴ്ചപ്പാടിൽ സ്ത്രീയുടെ സൗന്ദര്യം എന്നത് ബാഹ്യ സൗന്ദര്യത്തെയാണ് ഒരു സൗന്ദര്യത്തിന്റെ അവസാന വാക്കായിട്ട് കണ്ടിരുന്നത്. ഇന്ന് സ്ത്രീയുടെ ചിന്താശേഷിയും പെരുമാറ്റവും എല്ലാം ഒരു ഘടകമായി സൗന്ദര്യത്തിന്റെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ സൗന്ദര്യ സങ്കല്പം എന്നത് ത്രേസിയുടെ കാഴ്ചപ്പാടിൽ എന്തായിട്ടാണ്? എന്നെ സംബന്ധിച്ച് ശരിക്കും ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ഭംഗിയാണ്. എന്റെ ഭംഗിക്ക് ഒരു കുറവുമില്ല. നമ്മൾ ഏത് സ്കിൻ ടോൺ ആണെങ്കിലും എല്ലാവരും അവരുടേതായ രീതിക്ക് ഭംഗിയുള്ളതാണ്. ഞാനിപ്പോൾ നല്ല രീതിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു അഴക് മറ്റൊരാൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അതും എന്റെ സൗന്ദര്യമാണ്. അല്ല ഞാനിപ്പോ നല്ല രീതിക്ക് ഒരാളോട് പെരുമാറി കഴിഞ്ഞാൽ അത് വെച്ച കണ്ട ബ്യൂട്ടിയാണ്. അല്ല ഞാനിപ്പോ നടക്കുന്ന രീതിക്കും ഒരു ഭംഗി ഉണ്ടെങ്കിൽ അതും ഒരു ഭംഗിയാണ്. നമ്മുടെ പെർസ്പെക്റ്റീവ് ആണല്ലോ, നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിനനുസരിച്ചിരിക്കും അതൊക്കെ. ഓക്കെ, ഈ ഒരു സൗന്ദര്യ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ തയ്യാറെടുപ്പ് നടത്തേണ്ടത് ഏത് കാര്യത്തിലാണ്? ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം. കാരണം അവിടെ പോയി കഴിയുമ്പോൾ ഞാനിവിടെ കോമ്പറ്റീഷൻ പോകുമ്പോള് ഞാൻ ഉൾപ്പെടെ 29 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഫ്രം സൗത്ത് ഇന്ത്യ. 29 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ തന്നെ എന്നിൽ വിശ്വസിക്കാൻ തുടങ്ങി. മീൻസ് അവിടെ പോയി കഴിഞ്ഞാല് ഡിഫറെന്റ് ടൈപ്പുള്ള പിള്ളേരുണ്ടാകും, കണ്ടസ്റ്റൻസ് ഉണ്ടാകും. മീൻസ് പല ബിഹേവിയർ ആയിരിക്കും. പിന്നെ ചിലപ്പം എന്താ പറയാ, നമ്മള് ഗേൾസ് ആണ്, ചെറിയ രീതിക്കുള്ള ഒരു എന്താ പറയാ, അത് ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെ ഉണ്ടാകും. അത് നോർമൽ കാര്യങ്ങളാണ്. അത് മിക്ക
പെൺകുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണത്. അപ്പം ഞാൻ എപ്പോഴും മൈൻഡ് സെറ്റ് ആക്കി എനിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അവിടെ പോയി എല്ലാവരും കണ്ടു വരാൻ പാടില്ല. ഞാൻ കോമ്പറ്റീഷനാണ് പോകുന്നത്, ഞാനായിട്ട് മാത്രം നിൽക്കാനാണ് ട്രൈ ചെയ്തത്. എനിക്ക് ഈ അപ്കമിങ് ഇതുപോലത്തെ കോമ്പറ്റീഷന് പങ്കെടുക്കാൻ ആഗ്രഹമുള്ള കുട്ടികളോട് ഞാൻ പറയുന്നതാണ്, നിങ്ങള് ഉറപ്പായിട്ടും നിങ്ങളായിട്ട് നിൽക്കുക. ഒരിക്കലും അഡാപ്റ്റ് ചെയ്യാൻ നോക്കരുത്. വേറെ ഒരാൾ ചെയ്യുന്നത് കണ്ട് അതുപോലെ അഡാപ്റ്റ് ചെയ്യാൻ നോക്കരുത്. അവിടെ നിങ്ങൾ ഉറപ്പായിട്ട് പാളിപ്പോകും. കാരണം നിങ്ങളുടെ ഐഡന്റിറ്റിനെ തന്നെ മൊത്തത്തിൽ നെഗറ്റീവ് ആക്കിയിട്ട് വേറൊരാളാകാൻ ശ്രമിക്കുകയാണ്. മാക്സിമം അത് ചെയ്യാണ്ടിരിക്കുക. നിങ്ങളായിട്ട് തന്നെ നിങ്ങളോട് കോമ്പീറ്റ് ചെയ്യുക. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുക. പക്ഷെ ഓവർ കോൺഫിഡൻസും പാടില്ല. ഓവർ കോൺഫിഡൻസ് ആയി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം കൂടി അങ്ങ് എന്താ പറയാ മൊത്തത്തിൽ അങ്ങ് കയ്യിന്ന് പോകും. എല്ലാം ഒരു പരിധി വരെ. ഓക്കെ, ഈ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ലൈഫില്? അതിപ്പോ എടാ ഞാൻ പറയാം, അതിപ്പം എല്ലാ കുട്ടികളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിതത്തില് വിമർശനങ്ങൾ ഏൽക്കാത്ത ആരും തന്നെ ഇല്ല. ഇപ്പം ഫസാനാണെങ്കിൽ പോലും അത് കേട്ടിട്ടുണ്ടാവും. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ തനിക്ക് ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. സപ്പോസ് എനിക്കും ജഡ്ജ്മെന്റും കുറെ കോമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എപ്പോഴെങ്കിലും ഈ വാക്കുകളൊക്കെ തളർത്തിയിട്ടുണ്ടോ? മീൻസ് ഞാൻ സഞ്ചരിക്കേണ്ട വഴി മാറിപ്പോകുമോ എന്ന് പേടിച്ചിട്ടുണ്ടോ? എനിക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ? അത് നമ്മൾ പറയണമല്ലോ. അതിപ്പോ കാരണം വിഷമം ഇല്ല എന്ന് പറയുമ്പോൾ അതിലൊരു കള്ളത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഉറപ്പായിട്ടും ഇങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചെറിയ എന്താ പറയാ അത് ഇപ്പം ഒന്ന് കറുത്തിരുന്ന് കഴിഞ്ഞാൽ കറുമ്പി, അല്ലെങ്കിൽ എന്താ പറയാ കരിപ്പട്ടി, ഇങ്ങനെയൊക്കെ കുറച്ച് വാക്ക്, അല്ലെങ്കിൽ കുറച്ച് മെലിഞ്ഞിരുന്നാല് വീട്ടിൽ കഴിക്കാൻ തരുന്നില്ല, ഇതൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പൊ കുറച്ച് വണ്ണത്തിലുണ്ടെങ്കിലും എന്താ വീട്ടിലുള്ള ഫുഡെല്ലാം നീയാണോ കഴിക്കുന്നത്? ഇപ്പൊ ഓവർ വെളുപ്പായി പോയാലും എന്തെന്താ പൗഡർ അടിച്ച് നടക്കുവാണോ? ആൾക്കാർക്ക് ജഡ്ജ്മെന്റ് ചെയ്യാനായിട്ട് ഇന്ന കാരണങ്ങളൊന്നും ഇല്ല. അവര് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കും, അവര് പറഞ്ഞിട്ടേ ഇരിക്കും. എന്നെ സംബന്ധിച്ച് അതൊക്കെ എന്നെ എന്താ പറയാ നല്ല രീതിക്ക് അഫക്ട് ചെയ്തിട്ടുണ്ട്. മീൻസ് ഞാൻ കുറെയൊക്കെ വിഷമിച്ചിട്ടുണ്ട്, അത് കരഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ ആലോചിക്കുമ്പോ ഞാൻ കുഞ്ഞുനാളിൽ എത്രയും അങ്ങനെയൊക്കെ കൂടുതൽ കേട്ട് എനിക്ക് തോന്നുന്നു പിന്നീട് വന്ന വഴികളിലൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം നമ്മൾ ബോൾഡായി, അത് ഇഗ്നോർ ചെയ്ത്. അതെ, കാരണം ഇപ്പൊ ഞാൻ ഇത്രയും ബോൾഡ് ആയിട്ടുണ്ട്. ബോൾഡ് ആണെങ്കിലും ചില സന്ദർഭത്തിൽ ഞാൻ വീക്കായി പോകും കേട്ടോ. കാരണം നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ഞാൻ ബോൾഡാണെന്ന് പറഞ്ഞു നിൽക്കേണ്ട ഒരു ഇത് ചിലപ്പോ ഉണ്ടായിരുന്നു വരില്ല. ചില സിറ്റുവേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ അങ്ങ് വീക്കായി പോകുന്നത് ഞാൻ പുറമെ കാണിക്കാറില്ല. അങ്ങനെ അതെ. അപ്പൊ അതൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇങ്ങനത്തെ കുറച്ച് കമന്റ്സും കൂടെ നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരുടേതായ കുറച്ച് സംസാരങ്ങളും കാര്യങ്ങളും, പിന്നെ പറഞ്ഞാല് എന്താ പറയാ ഈവൻ സൊസൈറ്റി നാട്ടിലാണെങ്കിൽ പോലും എന്താ പറയാ നമ്മുടെ ആ ഒരു ബോഡിയുടെ ഇതൊക്കെ വെച്ചിട്ട് അവര് പറയുന്ന രീതിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പൊ അതിലെന്തേലും തോന്നുന്നു ആ സമയത്ത് ഇതെല്ലാം കേട്ട് ഞാൻ പിന്നെ അങ്ങ് ബോൾഡ് ആയത്. അതെല്ലാം ഇഗ്നോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കിതൊക്കെ നോർമലായിട്ട് തോന്നി. ഓക്കെ, ഈ ഒരു സ്ഥാനം നേടിയെടുത്ത് വന്നതിന് ശേഷം എന്തെങ്കിലും മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ? ആളുകളുടെ ചിന്ത മാറി എന്ന തരത്തിലൊന്ന് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഉറപ്പായിട്ടും. കാരണം ഞാൻ വിഴിഞ്ഞം സെന്റ് മേരീസ് സ്കൂളിന്റെ ഒരു ഫംഗ്ഷന് പോയി, ആനുവൽ ഡേ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പാരന്റ്സ് എന്നെ വന്ന് കണ്ട് സംസാരിച്ചോണ്ട് മോള് ഭയങ്കര എന്താ പറയാ ഒരു പ്രചോദനമാണ് നമ്മുടെ കുട്ടികൾക്ക്, ഇനിയും മുന്നോട്ട് പോട്ടെ, നമ്മുടെ ഇടയിൽ നിന്നും ഇങ്ങനൊരു കുട്ടി വരുന്നത് അത് ഭയങ്കര അത്ഭുതമാണ്, നമ്മുടെ ഇടയിൽ നിന്നും പറഞ്ഞു. അങ്ങനെ ഒരു വാക്ക് അവർ പറഞ്ഞു. മീൻസ് ഞാൻ വരുന്നത് ഒരു തീരദേശ മേഖലയിൽ നിന്നാണ്. അപ്പം എന്താ നമ്മുടെ ഈ ഒരു സ്ഥലത്തെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലോട്ടൊക്കെ കുട്ടികളെ വിടാനായിട്ട് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ എന്റെ ആ ഒരു വില്യം കാണുമ്പോ അവർക്ക് തന്നെ ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ട്. അവരെന്നെ ചിന്തിക്കുന്നുണ്ടാകും, ഈ കുട്ടിക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് എന്റെ മോൾക്ക് അല്ലെങ്കിൽ എന്റെ മോന് പോയി കൂടാ. അങ്ങനെ ഒരു മാറ്റം എന്തായാലും അവരുടെ സംസാരത്തിൽ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വളരെ സന്തോഷമാണ്. അതുപോലെ ഇപ്പൊ എന്റെ നാട്ടിലാണെങ്കിലും എന്താ പറയാ അവരെന്നെ കാണുമ്പോഴൊക്കെ കുറച്ചിപ്പം എന്താ പറയാ എന്നെക്കാളും മുതിർന്ന ആൾക്കാർ എന്നെ കാണുമ്പോൾ എന്തോ എനിക്ക് റെസ്പെക്ട് തരുന്ന പോലെ ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട്. ആളുകൾ മാറി തുടങ്ങി. നടന്നു പോകുന്ന സമയത്ത് ഞാൻ നടന്നു പോകുന്ന സമയത്ത് പയ്യന്മാരൊക്കെ ഇങ്ങനെ കളിയാക്കാറുണ്ട്, നല്ല രീതിക്ക് കളിയാക്കി ഇങ്ങനെ എന്തെങ്കിലും ചിരിച്ചു വിടാറുണ്ട്. പക്ഷെ ഇപ്പൊ ത്രേസ്യ ലൂയിസ് എന്ന് പറയുന്ന വ്യക്തി റോഡിൽ കൂടെ ജസ്റ്റ് ഈ ബോയ്സിന്റെ ഒക്കെ ഇടയ്ക്കൂടെ നടന്നു പോകുമ്പോൾ ഇവര് ഭയങ്കര സൈലന്റ് ആണ്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അവർ അത്രയും സൈലന്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല. ത്രേസ്യ ലൂയിസിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി ആരാണ്? ഒബ്വിയസ്ലി എന്റെ അമ്മയാണ്. അതിലൊരു അക്ഷരം തെറ്റാതെ എനിക്ക് പറയാൻ പറ്റും എന്റെ അമ്മ. കാരണം പുള്ളിക്കാരി എന്ന് പറയുമ്പം എന്താ പറയാ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയ ഒരാളാണ്. കാരണം ആരുടെയും സപ്പോർട്ട് ഇല്ല. അപ്പം എന്റെ അമ്മ തന്നെയാണ്. കാരണം
അമ്മയുടെ ലൈഫ് കണ്ടാണ് ഞങ്ങൾ 3 പേര്, ഞാൻ എന്റെ ചേച്ചിയുണ്ട് അനിയത്തിയുണ്ട്, ഞങ്ങൾ 3 പേരും എന്റെ അമ്മയുടെ ജീവിതം കണ്ടാണ് പഠിച്ചത്. പുള്ളിക്കാരിയുടെ ഇപ്പോഴും ഒത്തിരി എന്ന് വെച്ചാൽ എന്റെ അമ്മ വേണമെങ്കിൽ സൂപ്പർ വുമൺ എന്ന് വേണേലും പറയാം. ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലിക്ക് ഓടുന്നു, അടുത്ത ജോലി വന്നു കഴിഞ്ഞാൽ അടുത്തതിന് ഓടുന്നു. കാരണം അപ്പൊ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ വളർന്നു വന്നത് കാരണം എന്താ പറയാ, ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരു കാരണവശാലും അവിടെ തളർന്നു പോകരുത്. നിങ്ങൾ എന്റെ ജീവിതം നോക്കൂ. എന്നാൽ എന്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്റെ ലൈഫ് നോക്കുക, ഞാൻ എന്തോരം കടന്നാണ് ഇവിടം വരെ എത്തിയത്, പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതൊന്നും അല്ല, നിങ്ങൾ എന്നെ ആലോചിച്ചാൽ മതി എന്ന് എപ്പോഴും അമ്മ പറയുന്നത്. അത് മാത്രമേ ഞാൻ ഇപ്പൊ ഇതുവരേക്കും ഞാൻ ചെയ്തിട്ടുള്ളൂ. അമ്മ തന്നെയാണ് ഏറ്റവും വലിയ സപ്പോർട്ടറും. അയ്യോ, ഈ കാര്യത്തിൽ എന്റെ അമ്മ ഓപ്പോസിറ്റ് ആയിരുന്നു, ഒരു സപ്പോർട്ടും ഇല്ലായിരുന്നു. പുള്ളിക്കാരി പറയാറുള്ളത് പഠിക്കുക, പഠിച്ച് നല്ല മാർക്ക് മേടിക്കുക, ജോലി മേടിക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, ഇതൊക്കെ ആയിരുന്നു പുള്ളിയുടെ കോൺസെപ്റ്റ്. പക്ഷെ എന്താ പറയാ, അതെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ളൊരു വ്യക്തി ആയിരുന്നു എന്റെ അമ്മ. പക്ഷെ ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ വീട്ടില് ഇപ്പം എന്റെ അനിയത്തിക്കല്ല, നിങ്ങൾക്ക് ചേച്ചിക്കോ ബാക്കിയുള്ളവർക്ക് എല്ലാവരും ഒരു അഭിപ്രായമാണെങ്കിൽ എനിക്ക് എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും അഭിപ്രായം. ഞാൻ വേറെ രീതിക്ക് ചിന്തിച്ചായിരിക്കും കാര്യങ്ങൾ പറയുന്നത്. അതൊരിക്കലും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു വാശിപ്പുറത്തിന് എന്റെ താല്പര്യം ഇതായതുകൊണ്ട് ഞാൻ വാശി പിടിച്ചാണ് കാര്യങ്ങൾ ഈ മോഡലിംഗിന്റെ കാര്യത്തിന് വേണ്ടി ചെയ്തത്. അപ്പൊ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി, ഓക്കെ ത്രേസ്യക്ക് ശരിക്കും ഇത് ടൈം പാസ് അല്ല, പുള്ളിക്കാരി സീരിയസ് ആയിട്ട് എടുത്തേക്കുവാണെന്ന് മനസ്സിലായത് കൊണ്ട് പിന്നെ ആള് ഭയങ്കര സപ്പോർട്ടായിട്ടൊക്കെ നിന്നായിരുന്നു. അമ്മയുടെ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു, മകൾ ഇത്രയും വലിയൊരു കിരീടമൊക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോൾ? ആക്ച്വലി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ അതിന്റെ കൂടെ ഒരു സങ്കടമുള്ളത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ ഞങ്ങളുടെ കോമ്പറ്റീഷന് എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ടൈറ്റിൽ വിന്നർ അശ്വിക നായർ കേട്ടോ. അശ്വിക നായർ പുള്ളിക്കാരി എറണാകുളത്തുള്ള കുട്ടിയാണ്, 20 വയസ്സാ കുട്ടിക്ക്, അശ്വിക നായർ. അപ്പം എന്റെയും അശ്വികയുടെയും പാരന്റ്സ് മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാവരുടെയും പാരന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു, ഇതൊന്നും കാണാൻ എന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ അപ്പൊ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ക്രൗൺ കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് റണ്ണറപ്പ് ആണ്. ഫസ്റ്റ് റണ്ണറപ്പ് എന്താണെന്ന് പോലും അമ്മയ്ക്ക് അറിയില്ല. അപ്പോഴും അമ്മ പറയുന്നത് ഫസ്റ്റ് ആണോ എന്ന് ചോദിക്കുക. ഞാൻ പറഞ്ഞു അത് വീട്ടിൽ വന്നിട്ട് പറയാം. അമ്മയ്ക്ക് എന്തുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു? അതെ, കാരണം അത് നമുക്കിങ്ങനെ കൂടെ ഒരാള് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതുണ്ട്, മീൻസ് പാസ് ഒക്കെ ഉണ്ട്. ഒരാൾക്ക് പക്ഷെ 2 പേർക്ക് ഫ്രീ പാസ് ഉണ്ട്. പക്ഷെ ഫ്രീ പാസ് ഉണ്ടെങ്കിലും എന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ അവിടെ അക്കോമഡേഷൻ അവർ പ്രൊവൈഡ് ചെയ്യില്ല. അപ്പൊ പുള്ളിക്കാരിനെ എന്റെ അമ്മ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അമ്മച്ചീനെ ഞാൻ കൊണ്ടുപോകും. അമ്മയും അമ്മച്ചിയുണ്ട്. അപ്പൊ ഇവര് 2 പേരും ഞാൻ കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ഹോട്ടലൊക്കെ ഭയങ്കര വലിയ ഹോട്ടലൊക്കെയാണ്. പിന്നെ വെന്യൂവിന്റെ അടുത്തുള്ള ഹോട്ടൽസ് നോക്കുകയാണെങ്കിൽ വലുത്. എനിക്കൊട്ടും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, കാരണം നിങ്ങൾ പല ഇന്റർവ്യൂസും കണ്ടാൽ അറിയാം ഇവർ എത്ര രൂപയായിട്ടാണ് ചെന്നൈയിൽ ചെന്ന് ഇറങ്ങിയതെന്ന്. 2000 കൊണ്ട് ഇറങ്ങിയത്. ആ അവസ്ഥയിൽ നിൽക്കുന്ന എനിക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് പറ്റില്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് അവരെനിക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല സത്യം പറഞ്ഞാല്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷമം അടുത്ത പ്രാവശ്യം അടുത്ത കിരീടം നേടുമ്പോൾ ഈ ഒരു വിഷമമൊക്കെ മാറും. കാരണം അമ്മയുടെയും അമ്മച്ചിയുടെയും കൈപിടിച്ച് തന്നെ അവിടെ കാണുമെന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. ഈ ഫിസിക്കൽ അപ്പിയറൻസ് മൂലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫിസിക്കൽ അപ്പിയറൻസ് ശരിക്കും ഒരു ഇമ്പോർട്ടന്റ് ഘടകം തന്നെയാണോ ഇത്തരം സൗന്ദര്യ മത്സരങ്ങളിൽ? ഒരിക്കലും ഫിസിക്കൽ അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മൾ കുറച്ച് ബോൾഡും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമ്മുടെ ആ ഒരു അപ്പിയറൻസിന് ചേഞ്ച് ഉണ്ടാവും. അതിപ്പോ നമ്മൾ ഡസ്റ്റി ടോൺ ആവട്ടെ, വൈറ്റ് സ്കിൻ ആവട്ടെ, ഹൈറ്റ് കുറവാവട്ടെ, ഹൈറ്റ് കൂടുതലാവട്ടെ, വണ്ണമുണ്ടോ വണ്ണമില്ല, അത് നമ്മുടെ ഒരു കോൺഫിഡന്റ് ലെവൽ എങ്ങനെയാണോ അത് ശരിക്കും നമ്മുടെ ഫേസിൽ റിഫ്ലക്ട് ചെയ്യും. അതായിരുന്നു എന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത്. ഞാൻ നല്ല മെലിഞ്ഞിട്ടാണ്, ഡസ്റ്റി ടോൺ ആണ്, പിന്നെ എന്താ പറയാ ഹൈറ്റ് ഒക്കെ ഭയങ്കര ഹൈറ്റിലാണെങ്കിൽ 5'5" ആണ് ഹൈറ്റ്. പക്ഷെ ഞാൻ ചെയ്തത് ഞാൻ നല്ല കോൺഫിഡന്റ് ആയിട്ട് നിന്നു. അത് എന്റെ ഫേസിൽ, എന്റെ ബോഡി ലാംഗ്വേജിലാവട്ടെ, എന്റെ ഫേസിലാവട്ടെ അത് റിഫ്ലക്ട് ചെയ്തു. പിന്നെ ചില പേജൻസ് ഒക്കെ ഉണ്ട് അത് കൂടുതൽ ഒരു ബ്യൂട്ടിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പൊ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മിസ് യൂണിവേഴ്സ് ആണോ മിസ് വേൾഡ് ആണോ എനിക്കറിയാം, 2 years ബാക്ക് എനിക്ക് തോന്നുന്നു ഒരു ഡസ്കി ടോൺ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു വിൻ ചെയ്തത്. ഈ ബ്യൂട്ടി പേജനിൽ ഇപ്പോ സ്കിൻ ടോണോ അല്ലെങ്കിൽ ഹൈറ്റോ വെയിറ്റോ അതൊന്നും, ഹൈറ്റോ വെയിറ്റോ ഒരു മാറ്ററേ അല്ല, ഒരു രീതിക്കും മാറ്റർ അല്ല. കാരണം ഇപ്പൊ പോയ എനിക്ക് തോന്നുന്നു മിസ് വേൾഡ് നേപ്പാളിലെ കണ്ടസ്റ്റൻസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഷീസ് എന്താ പറയാ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു. പക്ഷെ പുള്ളിക്കാരിയുടെ കോൺഫിഡന്റ് അത് ആ ബോഡി ലാംഗ്വേജിൽ കാണുന്നുണ്ടായിരുന്നു.
സോ ആ ഒരു ചിന്തയൊക്കെ ഇപ്പൊ ഏതാണ്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ബ്യൂട്ടി വേൾഡില്. ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോ ഇതിനൊക്കെ ഓരോ മാനദണ്ഡങ്ങളുണ്ടോ? ഇങ്ങനെ ഹൈറ്റ് ഇത്രയായിരിക്കണം, വെയിറ്റ് ഇത്രയായിരിക്കണം, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അല്ല, ഇപ്പൊ ഞാൻ പേജൻസിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അങ്ങനെ ഒരു എന്താ പറയാ റൂൾസ് ഒന്നും വന്നില്ല. ഇത്ര ഹൈറ്റ് ആണ്, ഇത്ര വെയിറ്റ് ആണ്, അങ്ങനെ ഒന്നും അവര് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ ഓഡീഷൻ ചെയ്യുന്ന സമയത്ത് അവർ ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് എടുത്തെന്ന് അറിയില്ല. അത് ജഡ്ജസിന്റെ കയ്യിലായിരിക്കുന്നത്. പിന്നെ എനിക്ക് എടുത്തു പറഞ്ഞ ഒരു കാര്യം, എന്താ പറയാ, പലരും എന്റെ ഇന്റർവ്യൂസിലൊക്കെ ഒരു 1 India മീഡിയ ഇന്റർവ്യൂ എടുത്ത സമയത്ത് അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഞാനൊക്കെ ചുമ്മാ വായിക്കുമായിരുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ഇനിയും ആൾക്കാരുടെ മനസ്സ്, മീൻസ് ആൾക്കാരുടെ തോട്ടൊക്കെ ഇനിയും ചേഞ്ച് ചെയ്യാനുണ്ട്. കാരണം അതിൽ വന്ന കമന്റ്സ് എങ്ങനെയാണ്, ഈ കുട്ടിക്കാണോ ക്രൗൺ കൊടുത്തത്, അവിടെ ഇരുന്ന് കുറച്ചു പേർക്കെങ്കിലും സൗന്ദര്യം ഒന്ന് കുറച്ചും കൂടെ ഘടകമായി എടുത്തുകൂടെ, ഈ കുട്ടിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ടാണ് കുട്ടിക്ക് ക്രൗൺ കൊടുത്തത്, എനിക്ക് ഈ കുട്ടിയുടെ ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് ബ്യൂട്ടി പേജൻസിനോടൊരു വിരോധം തോന്നുന്നു, അങ്ങനെയൊക്കെ കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ എന്റെ വീട്ടുകാരെയും മീൻസ് എന്നെയും എന്റെ വീട്ടുകാരെയും കാണുമ്പോൾ അറപ്പ് തോന്നുന്നു എന്നുള്ള രീതിക്കുള്ള കമന്റ്സ് റിയാക്ട് ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്കത് റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് പറയാനുള്ളത്, ഇപ്പോ ശരിക്കും നമ്മള് ചിന്താരീതി അതൊന്നും മാറ്റി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരാണ് ഇതിനെപ്പറ്റി ഇങ്ങനെ ഈ രീതിക്ക് എഴുതുന്നതെന്ന് എനിക്ക് അത് ശരിക്കും ആ കമന്റ്സ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ത്രേസ്യയുടെ ഫോട്ടോ കണ്ട ആർക്കും വേണമെങ്കിലും അറിയാൻ പറ്റുന്ന യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. കാണുന്നവരെ പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലും ഒക്കെ? എത്രയോ പേര് പറഞ്ഞു കാണുമല്ലേ? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്ന ഒരു നെഗറ്റീവ് കമന്റ്സിന് വേണ്ടി നമുക്ക് പറയുന്ന പോലെ സമയം കളയേണ്ട ആവശ്യമില്ല. അതെ, കാരണം അത് റിയാക്ട് ചെയ്തിട്ട് കാര്യം എല്ലാവരും അവരുടേതായ രീതിക്ക് ഭംഗിയാണ്. അതിപ്പോ ഞാൻ പറഞ്ഞു ഒരു കാഴ്ചപ്പാട് അനുസരിച്ചിരിക്കും. അതൊക്കെ എന്താ എനിക്ക് തോന്നുന്നു മീൻസ് ഈ കുറച്ച് എന്താ പറയുക നിറമുള്ളവരെ ഞാൻ ഒരുമാതിരി വല്ലാണ്ട് താഴ്ത്തി പറയുന്നതല്ല കേട്ടോ. അല്ല, എല്ലാവർക്കും അവരുടെ ഭംഗി ഇതൊക്കെ നോർമലൈസ് ആകേണ്ട ടൈം കഴിയും. കാരണം ഇതാണ് ഞാൻ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. അതെ, ഭംഗി എന്ന് പറയുന്നത് നിറമല്ല, അത്രയുമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് നിറമല്ല. അതിപ്പോ ഒരാളുടെ സംസാരം ആവട്ടെ, ഒരാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ആകട്ടെ, ഒരാളുടെ ഒരു അപ്രോച്ച് ചെയ്യുന്ന രീതിയായിട്ട് അതിലെല്ലാം അടങ്ങുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി ആധികാരികമായി അറിഞ്ഞൂടാത്ത ആൾക്കാരായിരിക്കാം മേ ബി അങ്ങനെ കമന്റ്സ് ഉണ്ട്. പക്ഷെ നമ്മള് പറഞ്ഞ് മനസ്സിലാകുന്നവരോട് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അല്ലാത്തവരോട് പറഞ്ഞ് നമ്മുടെ എനർജി വേസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മള് വി ഷുഡ് ബി സൈലന്റ്. ഈ ഒരു നേട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സമൂഹത്തിനോട് എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് ത്രേസ്യക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ ഇനി ചെയ്യാനുള്ളത്? എനിക്ക് ശരിക്കും തോന്നുന്നത് ഞാൻ ഇപ്പോ എന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി ഞാൻ അതാണ് ഇപ്പോഴും ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ പല സ്ഥലങ്ങളിലും എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചപ്പോൾ അവിടെ പ്രസംഗ സമയത്ത് ഞാൻ എടുത്തു പറഞ്ഞ കാര്യങ്ങളാണ്. 2 സ്കൂളിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ മെയിൻ ആയിട്ട് എടുത്തു പറഞ്ഞ കാര്യമാണ് നമ്മുടെ മക്കളുടെ കഴിവുകൾ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വിദ്യാലയം എന്ന് പറയുന്നത്. ശരിക്കും അവിടുത്തെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്രസംഗം കൊടുത്തത്. കാരണം ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ എനിക്ക് കിട്ടേണ്ട ഒരു എന്താ പറയുക സപ്പോർട്ടാണെങ്കിലോ അങ്ങനെ ഒരു മെന്റലി സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ കഴിവ് വളർത്തിയെടുക്കുന്ന രീതിക്ക് ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ 5th കഴിഞ്ഞതിന് ശേഷം 5th വരെയൊക്കെയുള്ള ഒരു സ്കൂൾ നല്ലൊരു സ്കൂളായിരുന്നു. എന്ന് വെച്ചാൽ കുട്ടി അത് പണമുള്ള വീട്ടിലുള്ള കുട്ടിയാവട്ടെ, കുറച്ച് ഫിനാൻഷ്യൽ ബാക്ക്വേർഡുള്ള കുട്ടിയാവട്ടെ, ഏതാണ് അതൊന്നും അവർ നോക്കുന്നില്ല. ഈ ഏഞ്ചൽ സ്കൂളിലെ അധ്യാപകര് അവര് കുട്ടിക്ക് കഴിവുണ്ടോ ആ കുട്ടിയെ പൊക്കി കൊണ്ടുവരിക. പക്ഷെ അതിനുശേഷം ഞാൻ പഠിച്ച സ്കൂളിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ എല്ലാ അധ്യാപകരോടും ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനിയും പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മുടെ മക്കളുടെ കഴിവുകൾ നിങ്ങൾ ഒരിക്കലും അവരുടെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അവര് കാശുള്ള വീട്ടിലാണോ കാശ് ഇല്ലാത്തതാണോ എന്തോ ആവട്ടെ, അവർക്ക് കഴിവുണ്ടോ അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. പഠനത്തോടൊപ്പം അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് ഞാൻ ശരിക്കും സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പൊ കുറച്ച് നാളായിട്ട്. അതുപോലെ മാതാപിതാക്കളോടാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മുടെ മക്കൾക്ക് അവരുടേതായ ഒരു ആഗ്രഹം ഉണ്ടോ എങ്കിൽ അവരുടെ കൂടെ നിൽക്കുക. അവരുടെ മനസ്സ് നമ്മൾ തളർത്തരുത്. അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവരുടെ കൂടെ നിന്ന് എന്ത് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ തന്നെ അവർക്ക് കുറച്ചുകൂടെ കോൺഫിഡന്റ് കൂടും. അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞുനാളിൽ ഏൽക്കുന്ന മുറിവ് ഒരിക്കലും അവർക്ക് മറക്കാൻ പറ്റില്ല കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ. കാരണം ഞാൻ കുഞ്ഞുനാളിലെ കാര്യങ്ങൾ ഓരോന്നും എടുത്തെടുത്ത് പറയുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, അത് അത്രയും എനിക്ക് ആഴമായിട്ട് കിടപ്പുണ്ട്. അതൊരിക്കലും മക്കളെ കുഞ്ഞായിരിക്കും ചൈൽഡ്ഹുഡ് ടൈമിൽ അത് കളിയാക്കുന്നതാവട്ടെ, നമ്മൾ അത് കുറച്ചുകൂടെ വീട്ടിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ നന്നായിരിക്കും. കാരണം വീട്ടിലാണെങ്കിൽ പോലും എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നു, നീ അങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ നമ്മളായിട്ട് ഇനി ഇട്ട് കൊടുക്കുമല്ലേ. അങ്ങനെ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്നത്. ശരിക്കും ഞാൻ ഒരു ദിവസം റോഡിൽ വെറുതെ വർക്കൊക്കെ കഴിഞ്ഞ് ചുമ്മാ വെറുതെ ഒന്ന് ഇറങ്ങി നടക്കുന്ന ടൈമില് എന്റെ ഒരു ചേച്ചി വന്നായിരുന്നു. എന്റെ ചേച്ചി വന്നിട്ട് എന്തെങ്കിലും സംസാരിച്ചു. അപ്പൊ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു, ചേച്ചി
ഒരിക്കലും നിങ്ങളുടെ മക്കളിനെ ഒരു രീതിക്ക് നിങ്ങൾ കളിയാക്കരുത്. മോൾ നിന്റെ പല്ല് അങ്ങനെ ഇരിക്കുന്നു, നിന്റെ ചെവി എങ്ങനെയാണ്, നിന്റെ മൂക്ക് അങ്ങനെയാണ്, ഒരിക്കലും. അപ്പൊ ആ പുള്ളിക്കാരി എന്താ പറഞ്ഞെന്നറിയാവോ? ശരിക്കും ത്രേസ്യ നീ പറഞ്ഞതിനോട് ഞാൻ കറക്റ്റ് യോജിക്കുന്നു. ഞാൻ എന്റെ മോളെ നല്ല രീതിക്ക് കളിയാക്കാറുണ്ടായിരുന്നു. നിന്റെ അപ്പിയറൻസ് ഇങ്ങനെയാണ്, നീ വണ്ണം വെക്കുന്നില്ല എന്നൊക്കെ. ശരിക്കും ത്രേസ്യ നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. എനിക്ക് നന്ദി പറഞ്ഞിട്ടാണ് ആ മാതാവ് അവിടുന്ന് പോയത്, ആ ചേച്ചി അവിടുന്ന് പോയത്. ഇങ്ങനെ ഒരു മാറ്റം ഞാൻ കാരണം വരുന്നുണ്ട് എങ്കിൽ അത് ശരിക്കും എന്താ പറയാ, അതൊരു മാറ്റം കണ്ടു തുടങ്ങിയെന്നല്ലേ അതിനർത്ഥം. തീർച്ചയായിട്ടും. ഓക്കെ, നെക്സ്റ്റ് ലൈഫിൽ ഒരു ഒരു വെൽ വിഷർ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിച്ച സമയത്ത് ഒരു സപ്പോർട്ടറായിട്ട് വന്ന, അല്ലെങ്കിൽ കുറച്ച് മോട്ടിവേഷൻ വേണമെന്ന് തോന്നുമ്പോൾ മോട്ടിവേഷൻ തരാൻ ഒരാള്, അങ്ങനെയൊക്കെ പറയുമായിരുന്നെങ്കിൽ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? മോട്ടിവേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താ പറയാ, എനിക്ക് സ്കൂളിൽ നല്ല സൗഹൃദം ഇല്ലാത്തതിന് പകരം ഞാൻ കോളേജ് കഴിഞ്ഞിറങ്ങുന്ന സമയത്ത് എനിക്ക് നല്ലൊരു സൗഹൃദം എനിക്ക് ഉണ്ടായിരുന്നു. അതും 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നത്. ശരിക്കും അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ സ്വയമേ മെന്റലി മോട്ടിവേറ്റ് ആകുന്ന ടൈമാണെങ്കിലും ഇൻ സം സോർട്ട് ഓഫ് പോയിന്റ് ഞാൻ അപ്സെറ്റ് ആയി പോകും. നമ്മളെല്ലാരും അങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അപ്പൊ ഇപ്പൊ ഫൈനാൻഷ്യൽ ആണെങ്കിലും ഞാൻ നിന്ന സമയത്ത് ഒരിടത്തും ഒരു ഹെൽപ്പ് ഇല്ലാതെ നിന്ന ടൈമില് എന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് കൊളീഗ് ആയിരുന്നു. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇങ്ങനെ ഇത്രയും ഒരു 30,000 എമൗണ്ട് ഇട്ട് തന്നിട്ട് എന്നെ അറ്റൻഡ് ചെയ്യാൻ പറയുമെന്ന് പറഞ്ഞത്. ആ കുട്ടിയൊക്കെ വളരെ യുവത്തായിരുന്നു. അശ്വിനി പാട്ടീൽ എന്ന പേര്, മഹാരാഷ്ട്ര ഉള്ള കുട്ടി, എന്നോട് വർക്ക് ചെയ്യുന്നതാണ്. ഞാനൊരു രൂപ അതിനോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ആ കുട്ടി ഇങ്ങോട്ട് എന്നോട് പറയാണ്, പൈസയുടെ കാര്യം കാരണം നീ ഇതൊന്നും ഒഴിഞ്ഞു മാറണ്ട, അറ്റൻഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പം ഫൈനാൻഷ്യലി ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ ഒരുപാട് ആൾക്കാർ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു. അതുപോലെ ഇപ്പൊ മെന്റലി ആണെങ്കിലും എന്റെ ക്ലോസ് ഫ്രണ്ട് അതുല്യ രമേശൻ, ഇവരൊക്കെ ഫൗസിയ, ഇവരൊക്കെ എന്റെ കോളേജിലെ ഫ്രണ്ട്സ് ആയിരുന്നു. ഇവരൊക്കെ ശരിക്കും എന്റെ ഫ്രണ്ട് സർക്കിൾ എന്തുകൊണ്ട് ഞാൻ ഭയങ്കര ഒരു ലക്കി പേഴ്സൺ ആണ്. കാരണം എന്റെ ഫ്രണ്ട് സർക്കിൾ അത്രയും വിലപിടിപ്പുള്ള കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ശരിക്കും എനിക്കുണ്ടായിരുന്നു. ഓക്കെ, ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ കണ്ട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പിന്നീട് അത് ഉണർന്നിരിക്കുമ്പോഴും കാണാൻ തുടങ്ങിയ സ്വപ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് ത്രേസ്യ നേടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അടുത്തൊരു സ്വപ്നം എന്താണ്? അടുത്തൊരു ഇത് എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു എന്ന് പറയാൻ പറ്റിയ ഒരു സ്വപ്നം എന്താണ്? സ്വപ്നം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പേജന്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഫോക്കസ് ചെയ്യുന്നതും നമുക്ക് മിസ് ദീപ എന്നുള്ളൊരു പേജന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ ഏജ് ക്രൈറ്റീരിയ ഒന്നും അറിയില്ല. അപ്പൊ ഡാലി സാറിനോട് ഞാൻ ഇൻഫോം ചെയ്തായിരുന്നു ഇങ്ങനെ ഒരു പേജന്റ് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡാലി സാർ പറഞ്ഞു ഞാനത് ചെക്ക് ചെയ്തിട്ട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഇന്ത്യ ലെവലിൽ വരുന്ന ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ എനിക്ക് ആക്ടിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്താ പറയാ, നമുക്ക് അതിനൊരു അവസരം അങ്ങനെ വന്നിട്ടില്ല. ഇപ്പം വെറുതെ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ ആക്ട് ചെയ്ത് ഞാൻ എന്റെ ക്ലോസ് ഫ്രണ്ട് അതിലേക്ക് ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ഓഡീഷനെങ്കിലും പോയി ഒന്ന് ട്രൈ ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന സാഹചര്യം കുറച്ച് ഒത്ത് വരാത്തത് കാരണം ഞാൻ അതിനൊന്നും ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ മൈൻഡിലുണ്ട്. അതിനുവേണ്ടി വർക്കിംഗ് ആണ്. പതുക്കെ ഇത്രയും എത്തിയില്ലേ, ഇനിയും സമയമുണ്ട്. പതുക്കെ ചെയ്ത് അതെ സമയം ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ എടുപിടിയെന്നും പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോ അത് ആ ഒരു ലെവലിലെത്തില്ല. സമാധാനത്തോടെ ക്ഷമയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ പെട്ടെന്ന് കിട്ടുന്നതിനേക്കാൾ വിലയായിരിക്കുമല്ലോ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് പരിശ്രമിച്ച് നേടുന്നതിന്. അത് ഉറപ്പായിട്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ശരിക്കും ഒരു പ്രൗഡ് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളെ ഷെയർ ചെയ്തുള്ളൂ എങ്കിലും ഒരുപാട് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ ഉള്ളടക്കം നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഞാൻ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഞാൻ വന്നതും ഇവിടം വരെ എത്തിയതും. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ആഗ്രഹം ഉണ്ടോ എങ്കിൽ അത് സ്ട്രഗിൾസ് അതിലുപരി ഒത്തിരി സ്ട്രഗിൾസ് നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഡ്രീം അത്രയും വലുതായത് കൊണ്ടാവാം. അതുകൊണ്ടാണ് അതിലെത്തിപ്പെടാൻ കുറച്ചും കൂടി ടൈം എടുക്കുന്നതും കുറച്ചും കൂടി എന്താ പറയാ സ്ട്രഗിൾസ് ഒക്കെ നമ്മൾ നേരിടുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലേക്ക് വരാനിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും, എന്ത് ചെയ്യണോന്നറിയാത്ത അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതെന്നറിയാത്ത, ഒന്നും അറിയാത്ത ഒരു സാധാരണക്കാർ ഒരുപാടുണ്ടാവും. അവർക്ക് എല്ലാവർക്കും വേണ്ടി ത്രേസ്യക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് ഇതിലോട്ട് മോഡലിംഗിലോട്ട് വരാൻ അത്രയും ആഗ്രഹം കൊണ്ട് നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്നാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ നല്ല രീതിക്ക് ഇൻസ്റ്റഗ്രാം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. മീൻസ് നല്ല രീതിക്കുള്ള ഡിഫറെന്റ് ഔട്ട്ഫിറ്റിൽ ഷൂട്ട്സ് ഒക്കെ ചെയ്യുക. ഇപ്പൊ പൈസ കൊടുത്ത് ഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ചെയ്യാൻ ഞാനും അങ്ങനെ ചെയ്യാറില്ല പൊതുവെ. നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ നോക്കുക. കാരണം എല്ലാവരും ഇൻസ്റ്റ യൂസ് ചെയ്യുന്നവരാണ്, അത്രയും എന്താ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുക, നല്ല ഫോട്ടോഗ്രാഫേഴ്സ് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് അവർക്ക് മെസ്സേജ് അയക്കാം, കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ ചൂസ് ചെയ്ത് നിങ്ങൾ കൊളാബ് ചെയ്ത് നിങ്ങളുടേതായ ഔട്ട്ഫിറ്റ്, നല്ല രീതിക്കുള്ള ഔട്ട്ഫിറ്റുകൾ ഇട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുക. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് പതുക്കെ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസ്, നിങ്ങളുടെ ആ ഒരു ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് പേടി ഓരോ കാര്യങ്ങളും വന്നോളും. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ഒരു ക്യാരക്ടറൊക്കെ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ് പേജന്റ് എന്നുള്ള ഒരു കോമ്പറ്റീഷൻ. അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരു കോമ്പറ്റീഷൻ എങ്കിലും ലൈഫിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. കാരണം അത് ശരിക്കും നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്യാരക്ടറിനെ, നിങ്ങളുടെ ആ ഒരു ബോഡി ലാംഗ്വേജിനെ ഒക്കെ ചേഞ്ച് ആക്കാൻ വേണ്ടി വളരെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പേജന്റ് എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരു വട്ടം ഒരു പേജന്റ് നിങ്ങൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. പേജന്റ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറെ കണക്ഷൻസ് കിട്ടാൻ തുടങ്ങും. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാവട്ടെ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിലും എഫേർട്ട് എടുക്കുക, നല്ല രീതിക്ക് എഫേർട്ട് എടുക്കുക. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വരേണ്ട ഹെൽപ്പ് ഉറപ്പായിട്ട് വരും. കാരണം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും ആഴമായിട്ട് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കൊന്ന് പറയാൻ പറ്റിയ ഒരാള് എന്ന് വെച്ച്, ഇതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരാള് എന്ന് വെച്ച് ട്രേസി ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ്. എന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതങ്ങളുണ്ട്, നിങ്ങൾക്ക് അവരെയും നിങ്ങൾക്ക്. കാരണം എല്ലാവരുടെ ലൈഫും ഓരോ എക്സാമ്പിൾ ആണ്. ഇപ്പൊ എന്റേത് മാത്രമല്ല, ഇപ്പൊ ഫർസാന ആവട്ടെ, ഞാനാവട്ടെ, അല്ലെങ്കിൽ വേറൊരു വ്യക്തി ആകട്ടെ, എല്ലാവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ ഓരോ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിൽ അവരൊക്കെ ഓരോ എക്സാമ്പിൾ ആണ്. മനസ്സിലായോ? അതെ. അപ്പൊ എന്തായാലും ത്രേസി ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. ഭയങ്കര പ്രൗഡായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ കണ്ടതാണ് ത്രേസിയുടെ മറ്റു ഇന്റർവ്യൂസ് ഒക്കെ, എന്തുമാത്രം ത്രേസിയെ കഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇവിടം വരെ എത്താനായിട്ട് ആ ഒരു കിരീടം സ്വന്തമാക്കിയതിന് പിന്നിലെ കഥകളൊക്കെ ഒരുപാടാണ്. പക്ഷെ നമ്മളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ചു, ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ നൽകി. ആൻഡ് മോർ ദാൻ നമ്മളുമായിട്ട് ഈ ഒരു നെയ്തൽ ടോക്സിൽ നമ്മളോടൊപ്പം തന്നെ ചേർന്ന് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങൾ വിഷ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. താങ്ക് യു സോ മച്ച്. വളരെ നന്ദി. Okay, thank you.